നാളെ ആറ്റുകാൽ പൊങ്കാലയാണ്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനായി തിരുവനന്തപുരം ഒന്നാകെ ഒരുങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി ലക്ഷക്കണക്കിന് ആളുകളാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഓരോ വർഷവും തലസ്ഥാനത്തെത്തുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആറ്റുകാലിൽ നിന്നും സുലേഖ കൂടെ പൊങ്കാല വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ചേരുകയാണ്. സുലേഖ, തലസ്ഥാനത്ത് പൊങ്കാല നാളെ പൊങ്കാല മഹോത്സവമാണ്. ഒരുക്കങ്ങൾ ഏതുവരെയായി, എങ്ങനെ പുരോഗമിക്കുന്നു? തലസ്ഥാനത്ത് ഇപ്പോഴും ജനസാഗരം തന്നെയല്ലേ കാണാൻ സാധിക്കുന്നത്? തീർച്ചയായും അവിടെ വലിയൊരു ജനസാഗരം തന്നെയാണ് ആറ്റുകാലിലേക്ക് എത്തിച്ചേരുന്നത്. നാളെയാണ് ആറ്റുകാൽ പൊങ്കാല. ഒരു വർഷത്തിന് വിരാമമിട്ടുകൊണ്ടാണ് സ്ത്രീകൾ നാളെ ആറ്റുകാൽ, അവരുടെ ആരാധനാമൂർത്തിയായ ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നത്. നഗരമാകെ നാളെ നടക്കുന്ന ഈ പൊങ്കാലയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം നഗരമാകെ ഒരുങ്ങിക്കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും അടുപ്പ് കൂട്ടുകയും ഒക്കെ തന്നെയും അത്തരത്തിലുള്ള അവസാനവട്ട ഒരുക്കത്തിൽ സ്ത്രീകൾ ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ രാവിലെ 10:30 പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നതോടുകൂടി പൊങ്കാലയ്ക്ക് തുടക്കമാകും. അത്തരത്തിൽ വലിയൊരു ആഘോഷങ്ങൾ തന്നെയാണ് തിരുവനന്തപുരം നടക്കുന്നത്. കായംകുളം അല്ല, 2 പ്രാവശ്യം കൊറോണ ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. വീട്ടിലായിരുന്നു ഇട്ടിരുന്നത്. ഇടുന്നുണ്ട്. ഞാനുണ്ട്, അമ്മയുണ്ട്, പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അതെ, അവരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അമ്മ രാവിലെ തൊഴുതായിരുന്നു. രാവിലെ എത്തിയായിരുന്നു. തീർച്ചയായും അവിടെ ഇത്തരത്തിലാണ് കാര്യങ്ങൾ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇത്തരത്തിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മാത്രമായി തിരുവനന്തപുരം നഗരത്തിലെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ വളരെ വലിയൊരു ജനസഞ്ചയം തന്നെയാണ് നമുക്ക് ആറ്റുകാലിൽ കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരം നഗരത്തിന്റെ വീതികളൊക്കെ തന്നെയും ആറ്റുകാലിലേക്ക് നീളുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ നഗരമാകെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തയ്യാറെടുത്തു കഴിഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ ആറ്റുകാലിൽ പൂജാ സമയമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ പൂജ കഴിഞ്ഞ ദേവിയെ തൊഴുവാനുള്ളൊരു തിരക്കാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ വളരെ വലിയൊരു തിരക്കാണ് ആറ്റുകാലിൽ ഉള്ളത്. അതിനൊപ്പം തന്നെ ഈ ആറ്റുകാൽ ക്രമീകരണങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് 2000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലും ഒപ്പം നഗരത്തിലെ സുരക്ഷയ്ക്കുമായി ക്രമസമാധാന പാലനത്തിനും ഒക്കെ തന്നെയായി ക്രമീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയ ഒരു ക്രമീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ചൂട് കൂടുന്ന ഒരു സാഹചര്യമാണ്. നാളെ തിരുവനന്തപുരം ജില്ലയിൽ ചൂട് കൂടിയ ഒരു സാഹചര്യത്തിൽ യെല്ലോ അലേർട്ട് കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മറ്റ് നീർജലീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനായി ആരോഗ്യ സംവിധാനവും ഒപ്പം മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെയും ക്രമീകരിച്ചിട്ടുണ്ട്. കൊല്ലത്തുനിന്ന് മൂന്നാംകുറ്റിന്ന് അല്ല, ആദ്യമായിട്ട് വന്ന ആറ്റുകാലമ്മ കണ്ടിട്ടില്ല. 7 മണിക്കൂർ കൊണ്ട് ക്യൂ നിൽക്കുക. ഇല്ല, ഇതുവരെക്കും കയറിയില്ല. വലിയ തിരക്കാണ്. വലിയ തിരക്കായതുകൊണ്ടാണ് ഇത്രയും നേരം നിൽക്കുന്നത്. കുടുംബത്തെ ചേച്ചിമാർ കുടുംബമായിട്ട് വന്നത്. വീട്ടിലാണ് പൊങ്കാല ഇടുന്നത്. ആദ്യമായിട്ട് വന്ന ആറ്റുകാലമ്മ ഇതുവരെക്കും കണ്ടില്ല. ഇങ്ങനെയാണ് അവണി. ആദ്യമായി വരുന്നവരും സ്ഥിരമായി ആറ്റുകാലിൽ വന്ന് പൊങ്കാല അർപ്പിക്കുന്നവരും ഒക്കെ തന്നെയും ഈ ആറ്റുകാലിലേക്ക് ഇന്ന് രാത്രിയോടെ എത്തിച്ചേരും. നാളെ രാവിലെ 10:30 പണ്ടാരടുപ്പിൽ തീ പകരുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാകും. നഗരത്തിന്റെ വിവിധ വീതികളിൽ, നഗരത്തിന്റെ എല്ലാ വഴികളിലും ഇത്തരത്തിൽ പൊങ്കാല അർപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതിൽ വളരെ വലിയൊരു ഒരുക്കമാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി തിരുവനന്തപുരം നഗരത്തിൽ ഒരുങ്ങിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഈ പൊങ്കാല അർപ്പിക്കുന്ന വിശ്വാസികൾക്ക് നൽകിയിട്ടുണ്ട്. നീർജലീകരണം ഒഴിവാക്കാൻ വെള്ളം കുടിക്കുക എന്നതടക്കമുള്ള ഈ വെള്ളം ഒരുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഈ ആരോഗ്യവകുപ്പ് സജ്ജീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വളരെ വലിയൊരു ഒരുക്കങ്ങൾ അത് ഈ നഗരസഭയുടെ ഭാഗത്തു നിന്നായാലും മറ്റ് വകുപ്പുകളുടെ ഭാഗത്തു നിന്നായാലും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഈ സ്ത്രീജനങ്ങൾക്ക്, വയസ്സായ സ്ത്രീജനങ്ങളെയും ഒപ്പം കുട്ടികളെയും പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടാണ് ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഈ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഇവിടെ എത്തുന്ന ഈ കുരുന്നുകൾ ഒപ്പം വൃദ്ധജനങ്ങളൊക്കെ തന്നെയും പ്രത്യേക പരിഗണന ഇവിടെ നൽകുന്നുണ്ട്. അത്തരത്തിൽ ഇതിനകത്തും ക്ഷേത്രത്തിനകത്തും നഗരത്തിന് പുറത്തും ഈ ട്രാഫിക് നിയന്ത്രണത്തിനും മറ്റുമായി 2000-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ ഈ നഗരത്തിലും ക്ഷേത്രത്തിലുമായി നാളെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ മെഡിക്കൽ സംവിധാനങ്ങൾ ഈ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ നീർജലീകരണം ഒപ്പം ഈ തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് അണയ്ക്കാനുള്ള ഫയർഫോഴ്സ് ഒക്കെ തന്നെയും ആറ്റുകാലിൽ
ഇതിനോടകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും സ്റ്റാച്യു, കിഴക്കേക്കോട്ട, അരിസ്റ്റോ ജംഗ്ഷൻ തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ആംബുലൻസ്, ഫയർഫോഴ്സ്, അതിനൊപ്പം തന്നെ ആരോഗ്യവകുപ്പ്, മെഡിക്കൽ ടീം തുടങ്ങി എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ വലിയൊരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ആറ്റുകാലിൽ ഇപ്പോൾ ഉള്ളത്. നഗരത്തിന്റെ എല്ലാ വീതികളിലും അത് ആറ്റുകാലിലേക്ക് നീളുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ക്ഷേത്രത്തിൽ പോലെ തന്നെ വൻ ഭക്തജന തിരക്കാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതും. ഒപ്പം തന്നെ നാളെ പൊങ്കാലയാണ്. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും പൊങ്കാല. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? ഇതിലേക്ക് കേൾക്കാനാകുന്നുണ്ടോ? ചോദ്യം ആവർത്തിക്കാമോ? സുലേഖ, നാളെ ആറ്റുകാൽ പൊങ്കാലയാണ്. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുള്ള പൊങ്കാലയാണ് എല്ലാ വർഷവും നടത്താറ്. അതുപോലെ ഈ വർഷവും നാളെയും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുള്ള പൊങ്കാല തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? തലസ്ഥാനത്തെ ഒരുക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? തീർച്ചയായും അവിടെ ഗ്രീൻ പ്രോട്ടോകോൾ, പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യത്തെ പൊങ്കാലയും നടക്കുന്നത്. ഇതിന് പ്രത്യേകമായി നഗരസഭയിൽ നിന്ന് ഗ്രീൻ ആർമിയും ഒപ്പം നവകേരള മിഷന്റെ വളണ്ടിയേഴ്സ് ഒക്കെ തന്നെയും ഈ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി ഉണ്ട്. അതിനൊപ്പം തന്നെ എടുത്തു പറയണമെന്നൊരു കാര്യം, ഈ പൊങ്കാലയ്ക്ക് ശേഷം നഗരം ഒരു യാഗശാലയായ നഗരം അതിന് ഉടനടി അത്തരത്തിൽ വളരെ വേഗത്തിൽ ശുചീകരിക്കുന്ന ഒരു പ്രവൃത്തിക്ക് കൂടി നമ്മൾ കാഴ്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിൽ പൊങ്കാല കഴിഞ്ഞ് അതിന് ഉടൻ തന്നെ മിനിറ്റുകൾക്കകം നഗരം ശുചീകരിക്കുന്ന ഒരു കാഴ്ച അത് നമുക്ക് നാളെ കാണാൻ കഴിയുമെന്ന് തന്നെയാണ്. നഗരസഭയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ നഗരം ശുചീകരിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടാവുക. അതിനൊപ്പം തന്നെ നേരത്തെ ആവണി പറഞ്ഞതുപോലെ കൃത്യമായി ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച്, ഹരിതചട്ടം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യത്തെ പൊങ്കാലയും നടക്കുന്നത്. പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കി മറ്റ് പ്ലാസ്റ്റിക്കിന് പകരം പാളയിലുള്ള അല്ലെങ്കിൽ മുളക്കൊട്ടകൾ കൊണ്ടുള്ള സാധന സാമഗ്രികൾ, ഈ മറ്റും അപ്പങ്ങളും മറ്റും ഇട്ടുവെക്കുന്നതിനുള്ള മുള കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളൊക്കെ തന്നെയാണ് ഈ വിശ്വാസികൾ പൊങ്കാലയ്ക്ക് വരുമ്പോൾ കൊണ്ടുവരേണ്ടതെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അത്തരത്തിൽ ഈ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ വിശ്വാസികൾ പൊങ്കാല അർപ്പിക്കുന്നത്. അതിനൊപ്പം തന്നെ പറയണമെന്നൊരു കാര്യം, ഈ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ അത് എപ്രാവശ്യത്തെയും എന്ന പോലെ തന്നെ ഇപ്രാവശ്യവും അത് ലൈഫ് മിഷൻ പദ്ധതിയിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുമെന്ന് തന്നെയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിലുള്ളൊരു ക്രമീകരണം തന്നെയാണ് ഉണ്ടായത്. നഗരസഭയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഇഷ്ടികകൾ ശേഖരിച്ച് അത് വീട് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നൽകുക. അത് ഇപ്രാവശ്യവും തുടരുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. അത്തരത്തിൽ വളരെ വലിയൊരു ഉത്സവത്തിന്, തിരുവനന്തപുരം നഗരത്തിൻ്റെ ഉത്സവത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നാടും നഗരവും ജനങ്ങളും ഒക്കെ തന്നെയും. അവിടെ സുലേഖ, ഇത്തരം ഒരു ജനസാഗരം തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഗതാഗത കുരുക്കിനുള്ള സാധ്യതയും വളരെയേറെ കൂടുതലാണ്. നിലവിൽ നാളെ തീർച്ചയായും ഗതാഗത കുരുക്കുണ്ടാകും പൊങ്കാല കഴിയുന്ന ഒരു സാഹചര്യത്തിൽ. ഇപ്പോഴും നഗരത്തിൽ ഗതാഗത തടസ്സവും ഗതാഗത കുരുക്കുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടോ? ആവണി, തീർച്ചയായും ജനലക്ഷക്കണക്കിന് ഉള്ള വിശ്വാസികളാണ് ആറ്റുകാലിലേക്ക് എത്തുന്നത്. അത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ തിരുവനന്തപുരത്ത് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ക്രമീകരണം, അത് ട്രാഫിക്കിന്റെ കാര്യത്തിലായാലും കൃത്യമായ ക്രമീകരണം അത് പോലീസിന്റെ ഭാഗത്തു നിന്നും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെയുമുണ്ട്. അതിനൊപ്പം തന്നെ പാർക്കിംഗ് സംവിധാനങ്ങളുടെ കാര്യത്തിലും ഈ കൃത്യമായ ഒരു നിർദ്ദേശങ്ങൾ അത് വിശ്വാസികൾക്കും ജനങ്ങൾക്കും നൽകിയിട്ടുണ്ട്. കൃത്യമായ സ്ഥലങ്ങളിലല്ലാതെ പാർക്ക് ചെയ്യരുത്. അത്തരത്തിൽ കൃത്യമായ ഒരു സംവിധാനമുണ്ട്. അതിന് പോലീസും ഒപ്പം. ശരി, സുലേഖയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം നഗരം ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഭക്തിസാന്ദ്രമായിരിക്കുകയാണ്. ഒപ്പം തന്നെ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇത്തവണയും ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. ഗ്രീൻ പ്രോട്ടോകോൾ ഉൾപ്പെടെ പാലിച്ചുകൊണ്ടായിരിക്കും പൊങ്കാല. 2000 പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ഉൾപ്പെടെ നിയോഗിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് ആറ്റുകാലിൽ നിന്നും സുലേഖ നൽകിയത്.